കാട്ടക്ക് പുറത്ത് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ ഇതൊക്കെ വളരെ പ്രധാനമാണ്. ഒരുമയോടെയുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം അത് പ്രതീക്ഷിക്കാമോ? അങ്ങനെ പ്രതീക്ഷയൊന്നുമില്ല. കാരണം ഇതിനെ കോൺഗ്രസ് പാർട്ടിയുടെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരുമയോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അൻവറിന് ഇപ്രാവശ്യം ഒരുപക്ഷെ ആ സീറ്റ് കൊടുക്കാൻ സാധിക്കില്ല. ബേപ്പൂർ സീറ്റ് കൊടുക്കുമെന്ന രീതിയിലുള്ള സംസാരമുണ്ട്. അങ്ങനെയെങ്കിൽ കാട്ടത്ത മത്സരം മുഹമ്മദ് റിയാസുമായി ഉണ്ടാവും എന്ന രീതിയിലുള്ള ഒരു സംസാരം അവിടെ പ്രബലമാണ്. ഈ ന്യൂനപക്ഷ വോട്ട് UDF-നും കോൺഗ്രസിനും അനുകൂലമായി ഏകീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഏറ്റവും അധികം സംഭവിക്കാൻ സാധ്യതയുള്ളത് തീർച്ചയായും മലബാർ മേഖലയിലാണ്. സതീശൻ തെരഞ്ഞെടുപ്പിൽ പരാജയമറിയാതെ മുന്നോട്ട് പോയ പ്രതിപക്ഷ നേതാവ്. BJP ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്: കോൺഗ്രസ് വിമുക്ത ഭാരതം, കോൺഗ്രസ് വിമുക്ത കേരളം. നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ഒരുപക്ഷെ ഏപ്രിൽ 2ാം വാരം സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടന്നേക്കാം. അങ്ങനെയാണ് സൂചനകൾ വരുന്നത്. മുന്നണികളെല്ലാം കച്ച കെട്ടിക്കഴിഞ്ഞു. കോൺഗ്രസ് പതിവിൽ നിന്ന് വിപരീതമായി നേരത്തെ കൂട്ടി തെരഞ്ഞെടുപ്പ് കർമ്മ പദ്ധതികളുമായി പ്രവർത്തനങ്ങളിലേക്ക് കടക്കാനുള്ള നീക്കത്തിലുമാണ്. ബത്തേരിയിൽ നടന്ന ലക്ഷ്യ 2026 നേതൃസംഗമം ഒട്ടേറെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലുവിൻ്റെ ടീം തയ്യാറാക്കിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ച് ഭരണം പിടിക്കാനാവുമെന്നാണ് പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ. 100 സീറ്റ് നേടി UDF ഭരണം തിരിച്ചു പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്. പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനാവുന്ന തന്ത്രങ്ങളും പദ്ധതികളുമാണോ കോൺഗ്രസ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്? പരിശോധിക്കാം. എനിക്കൊപ്പം സാമൂഹിക നിരീക്ഷകൻ ശ്രീ മോഹൻ വർഗീസ് ചേരുകയാണ്. സ്വാഗതം ശ്രീ മോഹൻ വർഗീസ്. ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് കൈവിട്ട അധികാരം തിരിച്ചു പിടിക്കാനാവുമെന്നാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രതീക്ഷ. UDF 100-ൽ അധികം സീറ്റ് നേടുമെന്നാണ് പ്രതിപക്ഷ നേതാവ് ലക്ഷ്യ 2026 ശേഷം പറഞ്ഞത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കൈവരിക്കാനായതിൻ്റെ വലിയ ആത്മവിശ്വാസത്തിലുമാണ് കോൺഗ്രസ്. നിലവിലെ അനുകൂല സാഹചര്യം കോൺഗ്രസ് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ, അല്ലേ? അങ്ങനെ വേണം കരുതാൻ മായ. നിലവിൽ ഓൾ സ്റ്റാർസ് ആർ ഷൈനിങ് ഓൺ കോൺഗ്രസ് ഫേസ് എന്നാണ് പൊതുവെയുള്ള നിഗമനം. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൻ്റെ മുഖ്യ ബെനിഫിഷ്യറി മുഖ്യ പ്രതിപക്ഷമായ UDF ആകണം. അതുപോലെ തന്നെ ആന്റണി രാജുവിന് എതിരെ വന്ന കോടതി വിധി UDF അനുകൂലമാക്കി എടുക്കും. അതുമാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഏതാണ്ട് തേഞ്ഞുമാഞ്ഞു പോകുന്നതിൻ്റെ വക്കിലാണ്. ഭരണവിരുദ്ധ വികാരം എക്കാലത്തെയും ഉയർന്ന തലത്തിൽ നിൽക്കുന്നു. ഇതെല്ലാം തന്നെ UDF-ന് അനുകൂല കാരണങ്ങൾ ആക്കേണ്ടതാണ്. എപ്പോഴും കോൺഗ്രസ് പാർട്ടിയുടെ അക്കിലസ് ഹീൽ എന്ന് പറയുന്നത് സംഘടനാപരമായ ദൗർബല്യമാണ്. ഈ ദൗർബല്യത്തെ മറികടക്കാനായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉപയോഗിച്ചൊരു മോഡലുണ്ട്. വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക, പിന്നെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഉന്നത നേതാക്കൾക്ക് ചുമതല കൊടുക്കുക. കെ മുരളീധരന് തിരുവനന്തപുരം കോർപ്പറേഷന് ചുമതല കൊടുത്തതുപോലെ, പ്രധാനപ്പെട്ട VD സതീശൻ എറണാകുളം കോർപ്പറേഷൻ്റെ ചുമതല ഏറ്റെടുത്തതുപോലെ ഒരു നിർവാഹക സമിതി ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു കോർ കമ്മിറ്റി സംവിധാനത്തിലൂടെ എല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു പരീക്ഷണം, ആ പരീക്ഷണത്തിൻ്റെ വിജയമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അങ്ങനെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് അനലൈസ് ചെയ്ത് അതിനെ പ്രൊജക്റ്റ് ചെയ്ത് വരുമ്പോൾ ഏതാണ്ട് റഫ്ലി 140-ൽ 80 നിയമസഭാ മണ്ഡലങ്ങളിൽ UDF-ന് മേൽക്കൈയുണ്ട് എന്നതാണ് ഏകദേശ കണക്ക്. അത് ഏകദേശ കണക്ക് മാത്രമാണ്. പല മാധ്യമങ്ങൾ വ്യത്യസ്തമായ ചിത്രമാണ് കോറി ഇടുന്നത്. അതിനെ നേരിട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആവുമോ? കൃത്യമായി പറഞ്ഞാൽ ആവില്ല. പക്ഷേ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. 2020-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDF കൃത്യം 100 മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്തിരുന്നു. ആ 100 മണ്ഡലങ്ങൾ തന്നെയാണ്, ഏതാണ്ട് 100 മണ്ഡലങ്ങൾ തന്നെയാണ് അവസാനം LDF-ന് ലഭിച്ചതും. അങ്ങനെ വരുമ്പോൾ അത് തീർത്തും അസംഭവമായ കാര്യമല്ല. ഇലക്ട്രൽ പ്ലാങ്ക് വ്യത്യാസമാണ്, ഫീൽഡ് വ്യത്യാസമാണ്, സ്ഥാനാർത്ഥികൾ വ്യത്യാസമാണ്, നറേറ്റീവ് വ്യത്യാസമാണ്. എങ്കിലും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ചിന്തൻ ശിബിരത്തിൽ, അതായത് അവർ വിളിക്കുന്നത് ലക്ഷ്യ 2026, അത് ഒരു ആക്ഷൻ പ്ലാനാണ്. VD സതീശൻ കൊണ്ടുവന്ന പ്രവർത്തന രേഖ, ആക്ഷൻ പ്ലാൻ, കർമ്മ പദ്ധതി അനുസരിച്ച് എന്തെല്ലാമാണ് ആദ്യം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഓരോരോ ഘട്ടങ്ങൾ ചെയ്യേണ്ടതും അവസാനം പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു നമ്പറിൽ എത്തി നിൽക്കുകയാണ്. അതെ, പതിവിൽ നിന്ന് വിപരീതമായിട്ടാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ. ലക്ഷ്യ എന്ന പേരിട്ട് തന്നെ ശിബിരത്തിൻ്റെ പേര് വരെ മാറ്റി, അങ്ങനെയൊക്കെ ചെയ്തു. ഇതൊക്കെ ശ്രദ്ധിക്കപ്പെട്ടു.
ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് 85-ലേറെ സീറ്റ് ലഭിക്കാൻ സാധ്യതയെന്നാണ് സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ട്. അതും ശ്രദ്ധേയമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തരംഗം നിലനിർത്തണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നുണ്ട്. ഈ കനകോലുവിൻ്റെ നിർദ്ദേശങ്ങൾ എത്ര കണ്ട് ഗുണം ചെയ്യും കോൺഗ്രസിന്? തെരഞ്ഞെടുപ്പ് ഫലം വന്നെങ്കിൽ മാത്രമേ പറയാനാവൂ കനകോലു ആയിരുന്നു താരം എന്ന് പറയാനാവൂ. കാരണം കനകോലുവിനൊരു ട്രാക്ക് റെക്കോർഡുണ്ട്. അതുപോലെ തന്നെയാണ് പ്രശാന്ത് കിഷോറിനും ഇലക്ഷൻ തന്ത്രജ്ഞൻ എന്ന നിലയിൽ ഒരു ട്രാക്ക് റെക്കോർഡുണ്ട്. പല പാർട്ടികളും പലപ്പോഴും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അത്യപൂർവമായി മാത്രം ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ ഫലിക്കാതെ വരുന്നത് നമ്മൾ കണ്ടതാണ്. കനകോലുവിനെ ഇറക്കിയുള്ള പരീക്ഷണം കേരളത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബാഹ്യ ശക്തിയെ ഇറക്കിയുള്ള തന്ത്രം ആദ്യമായിട്ടാണ് പയറ്റുന്നത്. ഒരുപക്ഷെ തങ്ങളുടെ തന്നെ ഓർഗനൈസേഷണൽ മെഷീനറിയുടെ കണക്കുകൂട്ടലുകളേക്കാൾ മേന്മയുള്ള നേർമയുള്ള തന്ത്രങ്ങൾ ആവശ്യമാണ് എന്ന തിരിച്ചറിവ് കൊണ്ടാകാം ഒരുപക്ഷെ ആ ഒരു പരീക്ഷണത്തിലേക്ക് കോൺഗ്രസ് പാർട്ടി കടക്കുന്നത്. പ്രത്യേകിച്ച് കടക്ക് പുറത്ത് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ ഇതൊക്കെ വളരെ പ്രധാനമാണ്. ഇപ്പം ചായ് പേ ചർച്ച എന്ന ഒരു കാര്യം മേ ഭി ചൗക്കിദാർ ഇതൊക്കെ മുദ്രാവാക്യങ്ങളായി വന്നതല്ലേ. എപ്പോഴും തങ്ങൾക്കെതിരെ വരുന്ന നെഗറ്റീവ് കമൻറ്റിനെ പോലും സാധ്യതയാക്കി മാറ്റിയെടുക്കാൻ ടാഗ്ലൈനായിട്ട് വരുന്ന രീതിയിൽ അതൊക്കെയാണ് തന്ത്രജ്ഞന്മാരുടെ കാര്യം. അതുമാത്രമല്ല നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികൾ വിന്നബിൾ കാൻഡിഡേറ്റ്സിനെ സ്വതന്ത്രമായി നിഷ്പക്ഷമായി കണ്ടെത്താനുള്ള മറ്റ് ബാഹ്യ പ്രേരണകളില്ലാതെ കണ്ടെത്താനുള്ള ഒരു ഡിവൈസ് അതാണ് കനകോലു ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പ്രശാന്ത് കിഷോർ ഉൾപ്പെടെയുള്ള തന്ത്രജ്ഞന്മാർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്ത്രജ്ഞന്മാർ കൊണ്ടുവരുന്ന ആ ഒരു ചിത്രം ആത്യന്തികമായി ഹൈക്കമാൻഡ് അംഗീകരിക്കണം. ഇവിടെ ഇപ്പോൾ ആദ്യം പറഞ്ഞതിൽ നിന്ന് സ്വല്പം വിഭിന്നമായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. ആദ്യം പറഞ്ഞത് പ്രാദേശികമായി എല്ലാം തീരുമാനിക്കട്ടെ, തിരഞ്ഞെടുക്കപ്പെടുന്ന നിയമസഭാ സാമാജികർ ചേർന്ന് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കും. അവിടെ ഒരു ചെറിയ ആശയക്കുഴപ്പമുണ്ടായി. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടന്ന ഈ ബൈഠക്കിൽ അല്ലെങ്കിൽ ലക്ഷ്യ 2026 മുഴങ്ങിക്കേട്ട ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് അങ്ങനെ വന്നാൽ നേതാക്കൾ തമ്മിൽ തങ്ങളുടെ പിന്തുണക്കാരെ പരമാവധി നിയമസഭാ സാമാജികരായി എത്തിക്കാനുള്ള ശ്രമം നടത്തും. തങ്ങളോടൊപ്പം നിൽക്കാത്തവരെ വെട്ടാനുള്ള നടപടികളും പാരലായിട്ട് സ്വീകരിക്കും. ഇത് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിയമസഭാ സാമാജികർ ചേർന്ന് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക എന്ന ആദ്യ പദ്ധതി ഒരുപക്ഷെ നടക്കില്ല. അതുകൊണ്ടാണ് ഹൈക്കമാൻഡ് അൾട്ടിമേറ്റ്ലി വിൽ ഡിസൈഡ്. അത് MLA-മാരുടെ അഭിപ്രായം സ്വീകരിക്കാതിരിക്കാം, അത് മറ്റൊരു കാര്യം. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ ഏതാണ്ടൊരു തീരുമാനം ആയിരിക്കുന്നു. ഹൈക്കമാൻഡ് കൾച്ചർ വിൽ പ്രിവെയിൽ. പിന്നെ ഉള്ളത് ഈ പ്രാദേശികമായി തദ്ദേശീയരായി ഉള്ള ആളുകളെ ഓരോ നിയോജക മണ്ഡലത്തിലും വിന്നബിലിറ്റി നോക്കി ആളുകളെ കണ്ടെത്തുക എന്ന ദൗത്യമാണ്. അതൊരു ശ്രമകരമായ ദൗത്യമാണ്. അതിൽ KPCCയുടെയോ DCCയുടെയോ അല്ലെങ്കിൽ AICCയുടെയോ വർക്കിംഗ് കമ്മിറ്റിയുടെയോ അല്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെയോ ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുകയും തികച്ചും ജൈവികമായ ഒരു പ്രക്രിയയിലൂടെ യഥാർത്ഥത്തിൽ വിജയസാധ്യതയുള്ള കാൻഡിഡേറ്റ്സിനെ കണ്ടെത്തുകയും ചെയ്യുക എന്ന ദൗത്യത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് 93 സീറ്റിൽ മത്സരിക്കുന്നു കോൺഗ്രസ്. കഴിഞ്ഞ പ്രാവശ്യം 93 ഇപ്രാവശ്യം ഏതാണ്ട് സമാനമായൊരു നമ്പർ ആയിരിക്കും. കൂടുതൽ ഘടകകക്ഷികളെ കോൺഗ്രസ് പാർട്ടിയോടൊപ്പം ചേർക്കാൻ അല്ലെങ്കിൽ UDF സംവിധാനത്തിൻ്റെ ഭാഗമാക്കാൻ അതും സാധിച്ചില്ലെങ്കിൽ സതീശൻ തന്നെ പറയുന്ന വാക്കുകൾ കടമെടുത്താൽ UDF+ ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ LDFൽ നിന്നും അടർത്തിയെടുത്ത് UDFൻ്റെ ഭാഗമാക്കുക എന്നതാണ്. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ട സീറ്റുകൾ ആരുടെ കീശയിൽ നിന്ന് ചോരും? കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ കിറ്റിയിൽ നിന്നും ഏതാനും സീറ്റുകളും കോൺഗ്രസിൻ്റെ ഖൗട്ടായിൽ നിന്നും കുറേ സീറ്റുകളും എടുത്തു മാറ്റിയെങ്കിൽ മാത്രമേ അവരെ കൊണ്ടുവരാനാവൂ. അതുപോലെ ഒരു പക്ഷേ ജനതാദളിൻ്റെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ കൂട്ടാനുള്ള താല്പര്യമുണ്ടാകാം. പക്ഷേ കക്ഷികൾക്ക് അസ്വാരസ്യമില്ലാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇതുവരെയുള്ള നേതാക്കളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് കൂടുതൽ 93 തന്നെ മത്സരിക്കുമോ ഇത്തവണ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ലീഗിന് കൂടുതൽ സീറ്റ് കൊടുക്കണം, അങ്ങനെയാണല്ലോ ലീഗിൻ്റെ ഒരു ആവശ്യവും അത് തന്നെയാണ്. കൂടുതൽ സീറ്റ് വേണമെന്നാണ് ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലീഗിന് കൂടുതൽ സീറ്റ് കൊടുക്കാൻ ഒരു തീരുമാനത്തിലെത്തിയാൽ അത് 2 രീതിയിൽ UDFനെ ബാധിക്കും. ഒന്ന്, കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ ചില പടലപ്പിണക്കങ്ങൾ കോൺഗ്രസ് ആഗ്രഹിക്കുന്ന ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ ചില കൂടുതൽ സീറ്റുകൾ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ഒരു മനോനില അതൊന്ന്, അത് ചെറിയൊരു ഫാക്ടറാണ്. പക്ഷേ രണ്ടാമത്തെ ഫാക്ടർ, ഇത് കേരളം മുസ്ലിം സമുദായത്തിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയിരിക്കുന്നു എന്ന് പുറപ്പുറത്ത് നിന്ന് വിളിച്ചു പോവാൻ LDFും BJPയും
മുന്നോട്ട് വരും എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭൂരിപക്ഷ വോട്ടുകൾ കോൺഗ്രസിന് പരമ്പരാഗതമായി ലഭിക്കുന്ന ചില ഭൂരിപക്ഷ വോട്ടുകളെങ്കിലും മാറി ചിന്തിക്കാൻ പ്രേരിതമാകും എന്നതാണ്. നോക്കൂ, കഴിഞ്ഞ തവണ UDF അധികാരത്തിൽ വന്നപ്പോൾ 5ാം മന്ത്രി വിവാദം ഓർക്കുമല്ലോ. ഈ 4 മന്ത്രിമാരാണ് സാധാരണ മുസ്ലിം ലീഗിൽ നിന്നും ഉണ്ടാവുക. 5ാമതൊരു മന്ത്രി വേണമെന്ന് പറയുമ്പോൾ ഭരണത്തിൽ മുസ്ലിം ലീഗ് പിടിമുറുക്കുന്നു. മുസ്ലിം ലീഗിലൂടെ മലബാറിലെ മുസ്ലിം ജനസാമാന്യം UDFൻ്റെ മുഖമായി മാറുന്നു. അത് ഗുണവുമാണ് ദോഷവുമാണ്. UDFന് മലബാർ മേഖലയിൽ വ്യക്തമായ മേൽക്കൈ ലഭിക്കാൻ അതുതകും. ഒരുപക്ഷെ ഭരണത്തിലെത്താൻ കൃത്യമായൊരു ഫോർമുലയും അതാണ്. പക്ഷേ അത് മറ്റ് സമുദായങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു ബാക്ക്ലാഷ്, അതിനെ എങ്ങനെയാണ് UDF നേരിടുക എന്നതും ചിന്തനീയമാണ്. അതുകൊണ്ട് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു പക്ഷേ ലീഗ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടില്ലേ? അങ്ങനെ ലീഗ് തെളിച്ച് പറഞ്ഞിട്ടില്ല. ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ ഒരുപക്ഷെ 5ാം മന്ത്രി സ്ഥാനം ഒരിക്കൽ കൂടി വന്നേക്കാം. ഇപ്പോൾ മത്സരിക്കുന്ന സീറ്റുകളേക്കാൾ 2 സീറ്റ് കൂടുതൽ വേണം എന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. മലപ്പുറത്തിൻ്റെ കിഴക്കൻ മേഖല, ഈ വണ്ടൂർ അല്ലെങ്കിൽ ഈ അൻവറിൻ്റെ തട്ടകം, അങ്ങനെയുള്ള ഏറനാട്, വണ്ടൂർ, ആ ഭാഗത്ത് മാത്രമാണ് കോൺഗ്രസിന് ഏതെങ്കിലും ഒരു സാധ്യത ഉള്ളത്. അൻവറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അൻവറിനും സീറ്റ് കൊടുക്കും. അൻവറിന് ഇപ്രാവശ്യം ഒരുപക്ഷെ ആ സീറ്റ് കൊടുക്കാൻ സാധിക്കില്ല. കാരണം മറ്റൊരു സീറ്റ്, ബേപ്പൂർ സീറ്റ് കൊടുക്കുമെന്ന രീതിയിലുള്ള സംസാരമുണ്ട്. അങ്ങനെയെങ്കിൽ കടുത്ത മത്സരം മുഖ്യമന്ത്രിയുടെ മരുമകൻ റിയാസ് മന്ത്രിയുമായി, കടുത്ത മത്സരം മുഹമ്മദ് റിയാസുമായി ഉണ്ടാവും എന്ന രീതിയിലുള്ള ഒരു സംസാരം അവിടെ പ്രബലമാണ്. ഏതായാലും ഈ ജനുവരി അവസാനത്തോടെ, ഈ മാസം അവസാനത്തോടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാനാണ് നീക്കമെന്ന് കേൾക്കുന്നു. ലക്ഷ്യയിലൊക്കെ വന്ന കനകോലുവിൻ്റെ റിപ്പോർട്ട് പ്രകാരവും അങ്ങനെ തന്നെയാണത്രേ പറഞ്ഞിരിക്കുന്നത്. ആദ്യഘട്ടം പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന കേരള യാത്രയ്ക്ക് മുന്നോടിയായി കളം പിടിക്കാനുള്ള നീക്കങ്ങളാണ് നടന്നു വരുന്നത്. തമ്മിൽ തല്ലാതെ ഒറ്റക്കെട്ടായി സ്ഥാനാർത്ഥി പട്ടിക ഇറക്കണം, അങ്ങനെ ഒരു പതിവ് ഇല്ലാത്തതാണ് കോൺഗ്രസിൽ. ഇത്തവണ ആ പതിവൊക്കെ മാറ്റിവെച്ച് ഒരുമയോടെയുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം, അത് പ്രതീക്ഷിക്കാമോ? അങ്ങനെ പ്രതീക്ഷയൊന്നുമില്ല. കാരണം ഇതിനെ കോൺഗ്രസ് പാർട്ടിയുടെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരുമയോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. പക്ഷേ സാമാന്യം ഒരുമ അത് മാത്രമേ പ്രതീക്ഷിക്കാനുള്ളൂ. കാരണം പൊട്ടലും ചില്ലും ഉണ്ടാകും അസംതൃപ്തരായ ആളുകൾ. ഇപ്പോൾ പാലക്കാട് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ ഉണ്ടായ അസംതൃപ്തി നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിൻ്റെ റിബൽ സ്ഥാനാർത്ഥി, അദ്ദേഹം നേരെ LDFൻ്റെ പാളയത്തിൽ പോയി അവിടുത്തെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാകുന്നു. ഇതെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് UDFനൊരു രീതിശാസ്ത്രമുണ്ട്, കോൺഗ്രസിന് പ്രത്യേകിച്ചൊരു രീതിയുണ്ട്. അത് അത്ഭുതകരമായ മാറ്റമൊന്നും, DNA മാറ്റമൊന്നും പെട്ടെന്നുണ്ടാവില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കോൺഗ്രസ് കുറച്ചുകൂടി ഉത്സാഹത്തോടെ 10 വർഷം അധികാരത്തിന് പുറത്ത് നിൽക്കുമ്പോൾ ഇനി ഒരു സംഘടന എന്ന നിലയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനാവില്ല, അധികാരമില്ലാതെ മുന്നോട്ട് പോകാനാവില്ല എന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഇപ്പോൾ നൗ ഓർ നെവർ എന്ന നിലയിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഒരു പക്ഷേ ചെറിയ മാറ്റങ്ങൾ അവിടെ പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് 70 സ്ഥാനാർത്ഥികളെയെങ്കിലും 140-ൽ കൃത്യം പകുതി സ്ഥാനാർത്ഥികളെ ഫെബ്രുവരി 2ാം ആഴ്ച VD സതീശൻ കേരള യാത്രയുമായി നീങ്ങുമ്പോൾ അതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും VD സതീശൻ്റെ യാത്രയിൽ ഈ 70 സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുകയും ചെയ്യുക എന്ന സ്ട്രാറ്റജിയാണ് കോൺഗ്രസിൻ്റെ മൂശയിൽ ഉരുത്തിരിഞ്ഞ് വരുന്നത്. അത് എത്രത്തോളം അത് അപ്പോൾ അറിയാം. ഈ 70 സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം കാര്യമായ കല്ലുകടി ഇല്ലാതെ നടന്നു കഴിഞ്ഞാൽ ബാക്കി കുറച്ചുകൂടി സുഗമമാകും. അവിടെ തന്നെ പുത്തരിയിൽ തന്നെ കല്ലുകടി സംഭവിച്ചാൽ യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള ഒരു പുനർവിചിന്തനത്തിന് കോൺഗ്രസ് തയ്യാറാകേണ്ടി വരും. അങ്ങനെ പുത്തരിയിൽ തന്നെ കല്ലുകടി എന്ന അവസ്ഥാവിശേഷം ഒഴിവാക്കാൻ ആയാൽ UDFൻ്റെ പ്രതീക്ഷയോടുകൂടി തന്നെ വിഷയങ്ങളിലേക്ക് കിടക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാവും മുഖ്യ വിഷയം എന്ന കാര്യത്തിൽ ഏതാണ്ട് ഒരു ധാരണയുണ്ട്. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ചിറകിലേറി വിവാദ വിഷയങ്ങളുടെ കൂടി സഹായത്തോടു കൂടി എല്ലാം മുന്നോട്ട് പോകാം. ഏക പ്രതിസന്ധി ഇപ്പോൾ കടന്നു വന്നിരിക്കുന്ന ഒരു പുനർജനി വിഷയം, VD സതീശനെതിരെ LDF ഉയർത്തിക്കൊണ്ടുവരുന്ന, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരം വിജിലൻസ് റിപ്പോർട്ട് അനുസരിച്ച് പുനർജനി വിഷയത്തിൽ VD സതീശന് ചില വെസ്റ്റഡ് ഇൻട്രസ്റ്റുകളുണ്ട്. മണപ്പാട്ട് കൺസോർഷ്യവുമായി ഉള്ള സതീശൻ്റെ വഴിവിട്ട ചില ബന്ധങ്ങളെക്കുറിച്ച് ആരോപണങ്ങൾ ഉയരുന്നു. ഒരുപക്ഷെ അതൊരു മറയാക്കി LDFനും കുറച്ചൊക്കെ UDFനെ പ്രതിരോധത്തിലാക്കാൻ കഴിയും. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇസ് ഓൾമോസ്റ്റ് ഔട്ട്. അതുകൊണ്ട് 2 വിഭാഗങ്ങളും തന്ത്രങ്ങൾ വിലയുന്നു. അതോടൊപ്പം മറന്നു പോകരുതാത്തൊരു കാര്യമുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി ഒരു 3ാം ശക്തി ആണ്. ജെനുവിൻ
ത്രികോണ മത്സരം നടക്കുന്ന 10-ലധികം മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. പക്ഷേ ശബരിമല വിവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ BJP കൂടി ആളിക്കത്തിക്കാൻ നോക്കിയാൽ യഥാർത്ഥത്തിൽ ഭരണവിരുദ്ധ വികാരം രണ്ടായി ചിതറുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് ശ്രീ പിണറായി വിജയനും LDFനും ലഭിക്കും എന്ന കണക്കുകൂട്ടലിൽ LDFും നിൽക്കുന്നു ഇപ്പോൾ. ഈ ശബരിമല വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് BJP അധികം ആളിക്കത്തിച്ചില്ല. അതിൻ്റെ ഒരു കാരണം മുൻപ് ശബരിമല വിഷയം നടന്ന സമയത്ത് യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട സമയത്ത് അന്ന് BJP ആണ് മുൻകൈ എടുത്തത്. പക്ഷേ അതിൻ്റെ ഗുണം ലഭിച്ചത് UDFനായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരുന്നിരിക്കണം ഇത്തവണ മാറി നിന്നത്. പക്ഷേ അത് അവർക്ക് അങ്ങനെ വേണ്ടായിരുന്നു എന്നൊരു തോന്നലുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് നിയമസഭയുമായി ബന്ധപ്പെട്ട് ശബരിമല വിഷയത്തിലേക്ക് അവർ കടക്കുമെന്നാണ് കേൾക്കുന്നത്. ഏറ്റവും വൈകി കിട്ടുന്ന ഒരു നിഗമനം, ഏറ്റവും വൈകി വരുന്ന ഒരു വാർത്ത എങ്ങനെയാണ് BJP അതിൻ്റെ നിലപാട് ചെറിയ രീതിയിൽ മാറ്റി. ഒന്ന്, ശ്രീ വെള്ളാപ്പള്ളി നടേശനോടുള്ള നിലപാട്. രണ്ട്, ശബരിമല വിഷയത്തിൽ ഇപ്പോൾ എടുക്കേണ്ട നിലപാട്. ഒരു മെല്ലപ്പോക്കായിരുന്നു. കഴിഞ്ഞ 2-3 മാസമായി ശബരിമല സ്വർണ്ണപ്പാളി വിവാദം ഉണ്ടായതിൽ പിന്നെ അതിൻ്റെ കുന്തമുനയായി പ്രവർത്തിച്ചത് UDF സംവിധാനമാണ്, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയാണ്. ഇപ്പോഴിതാ BJP പറഞ്ഞിരിക്കുന്നു, തങ്ങൾക്ക് ഈ വിഷയത്തിൽ വേണ്ടപോലെ പ്രതികരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ തങ്ങളുടെ വോട്ട് ഷെയർ നിലനിർത്താൻ ബുദ്ധിമുട്ടാവും. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയർ കുറയുന്ന ഒരു ഭീതിജനകമായ ഒരു കാഴ്ച BJP കണ്ടു. ഈ ന്യൂനപക്ഷ വോട്ട് UDFനും കോൺഗ്രസിനും അനുകൂലമായി ഏകീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. അത് ഭരണം പിടിക്കാൻ UDFന് വലിയൊരു നിർണായക ഘടകമല്ലേ? കൃത്യമായ ഒരു ന്യൂനപക്ഷ മുസ്ലിം ക്രിസ്ത്യൻ കൺസോളിഡേഷൻ UDFന് അനുകൂലമായി ഉണ്ടാവുക ആണെങ്കിൽ ഹിന്ദു വോട്ട് കൃത്യമായി രണ്ടായിട്ട് ചെതറിപ്പോകും. BJPക്കും CPMനുമായി അല്ലെങ്കിൽ LDFനും NDAക്കുമായി ചെതറിപ്പോകും. അപ്പോൾ ഒരിക്കൽ പോലും വിജയിച്ചു വരാനുള്ള ഒരു നമ്പേഴ്സ് LDFനും ലഭിക്കില്ല, BJPക്ക് ലഭിക്കില്ല. അത് ലഭിക്കുന്നത് എവിടെയെല്ലാം കൺസോളിഡേഷൻ, ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഉണ്ടാകുന്നു. പരമ്പരാഗത കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഹിന്ദു വോട്ടുകളോടൊപ്പം ന്യൂനപക്ഷ കൺസോളിഡേഷൻ്റെ വലിയ ഒരു ഇമ്പാക്റ്റ് കൂടെ വരുമ്പോൾ കംഫർട്ടബിളായി UDFന് ജയിച്ചു വരാം. അതിൻ്റെ അർത്ഥം അത് അനുസരിച്ചാണ്. നോക്കൂ, VD സതീശൻ പറഞ്ഞ കണക്കിനെ ഒന്ന് തലധാരയുടെ പരിശോധിച്ച് നോക്കൂ. പത്തനംതിട്ട ജില്ല മധ്യ കേരളമാണ്, മധ്യ തിരുവിതാംകൂറാണ്. അവിടെയുള്ള 5 നിയമസഭാ സീറ്റുകളും ഇപ്പോൾ LDFനാണല്ലോ. സതീശൻ്റെ കണക്കിൽ ഇപ്പോൾ 5ഉം UDF പിടിക്കുമെന്നാണ് പറയുന്നത്. കോട്ടയം ജില്ലയിലെ 9 സീറ്റുകളിൽ 6 സീറ്റുകൾ UDF, 5-6 സീറ്റുകൾ UDF പിടിക്കുമെന്നാണ് പറയുന്നത്. അത് വലിയ നമ്പറൊന്നും അല്ലായിരിക്കാം, പക്ഷേ മാണി ഗ്രൂപ്പ് കോൺഗ്രസിനോടൊപ്പം അല്ല എന്നോർക്കണം. അവിടുത്തെ പ്രബല പാർട്ടിയാണ്. അത് LDFൽ നിൽക്കുമ്പോൾ പോലും ഈ ജോസഫ് ഗ്രൂപ്പും കോൺഗ്രസും ചേർന്നുകൊണ്ട് കോട്ടയത്തെ ഭൂരിപക്ഷം സീറ്റുകൾ പിടിക്കുമെന്നാണ് പറയുന്നത്. VD സതീശൻ അതൊക്കെ പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം വന്ന വോട്ടിംഗ് ഷെയറൊക്കെ നോക്കിയിട്ടായിരിക്കും അങ്ങനെ പറയുന്നത്. പക്ഷേ അത് തന്നെ ഇനിയിപ്പോൾ നിയമസഭയ്ക്കും വന്നുകൊള്ളണമെന്നില്ലല്ലോ. സതീശൻ പറയുന്നത് അതിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എറണാകുളം ജില്ല ഇക്കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമാണ്. കഴിഞ്ഞ തവണ പോലും കോൺഗ്രസിന് ലഭിച്ച സീറ്റുകളുടെ വലിയൊരു ജങ്ക് വന്നത് എറണാകുളം ജില്ലയിൽ നിന്നാണ്. ഇപ്രാവശ്യം അവിടെ 14 സീറ്റിൽ 12 സീറ്റുകളും UDFന് കിട്ടും എന്ന് പറയുന്നതിൽ വലിയ അതിശയോക്തിയൊന്നും കാണാനില്ല. മലപ്പുറം ജില്ലയിൽ 16 സീറ്റാണ്. ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ജില്ല മലപ്പുറമാണ്. 16 സീറ്റും മുസ്ലിം ലീഗും കോൺഗ്രസും ചേർന്ന് പിടിച്ചെടുക്കുമെന്ന് പറയുന്നതിലും വലിയ ഒരു അതിശയോക്തിയൊന്നും പറയാനില്ല. 1-2 സീറ്റുകൾ LDFന് പോകുമായിരിക്കാം. അതുകൊണ്ട് UDF പറയുന്ന ആ ചിത്രം, ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഏറ്റവും അധികം സംഭവിക്കാൻ സാധ്യതയുള്ളത് തീർച്ചയായും മലബാർ മേഖലയിലാണ്. കോഴിക്കോട് ജില്ല UDFന് എക്കാലത്തും ബാലികേറ മലയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 2 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. ഇവിടെ ആ സീറ്റുകളുടെ എണ്ണം വളരെയധികം കൂട്ടിയെടുക്കുക, 6-7-8 സീറ്റാക്കി എടുക്കുക എന്നത് UDFൻ്റെ ഒരു മോഹം മാത്രമല്ല, അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് പറയേണ്ടി വരും. അത് മുസ്ലിം കൺസോളിഡേഷൻ UDFന് അനുകൂലമായി വന്നാൽ ഈ കോഴിക്കോട് ജില്ലയിൽ അത്ഭുതകരമായ മാറ്റങ്ങളുണ്ടാകും. കണ്ണൂർ ജില്ലയിൽ പോലും വലിയ മാറ്റങ്ങളാണ്. ഇടത്തിൻ്റെ ചുവന്ന കോട്ട എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിൽ 10 സീറ്റുകളിൽ കോൺഗ്രസും CPM വിജയിക്കുന്ന ഒരു അന്തരീക്ഷം നോക്കൂ. ആകെ കോൺഗ്രസിന് സാധ്യതയുള്ള കണ്ണൂർ സീറ്റും അല്ല എങ്കിൽ അതുപോലെ ഇരിക്കൂർ, പേരാവൂർ കുടിയേറ്റ മേഖലയാണ്, കിഴക്കൻ മേഖലയാണ്, ആ സീറ്റുകളുമാണ്. അതിന് പുറമെ കണ്ണൂർ ഏതെങ്കിലും സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കുകയാണെങ്കിൽ അതിനർത്ഥം ഒരു മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടായി എന്ന് തന്നെയാണ്. ഒരു ഭരണവിരുദ്ധ വികാരം അത് ഉണ്ട്, ഇല്ല എന്നൊക്കെ CPM ഇപ്പോഴും അത് സമ്മതിച്ചു തന്നിട്ടില്ല എങ്കിലും അതുണ്ട്. അതിനപ്പുറത്ത് ഒരു പിണറായി വിരുദ്ധത അതുമുണ്ട് ഇവിടെ. അത് ഇല്ല എന്ന് അങ്ങനെ എളുപ്പത്തിൽ പറയാനാവില്ല. ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ കാലത്ത്, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഒട്ടേറെ ഉപതെരഞ്ഞെടുപ്പുകൾ വന്നിട്ടുണ്ട്. ആ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ എടുത്തു നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാനാവും, ഇല്ലേ? ചേലക്കര ഒഴിച്ചുള്ള എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും UDFന് മിന്നുന്ന വിജയമാണ് ഉണ്ടായത്. അതെല്ലാം സിറ്റിംഗ് സീറ്റുകളാണെന്ന് വേണമെങ്കിൽ പറഞ്ഞൊഴിയാം. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി മരിച്ച ഒരു സിറ്റിംഗ് സീറ്റാണ്.
അതുപോലെ പി ടി തോമസ് മരിച്ച സീറ്റിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഭാര്യ ഉമ തോമസ് ജയിച്ചു വരുന്നു, സ്വാഭാവികമാണ് എന്ന് പറയാം. പക്ഷേ പാലക്കാട് സീറ്റിൽ വലിയ രീതിയിലുള്ള പോരാട്ടം നടന്നു. UDF മിന്നുന്ന വിജയം രാഹുൽ മാങ്കൂട്ടത്തിലൂടെ സംഭവിച്ചു. അതും സീറ്റ് നിലനിർത്തിയതാണെന്ന് പറയാം. പക്ഷേ ഇവിടെ ആര്യാടൻ്റെ തട്ടകമായിരുന്ന നിലമ്പൂർ സീറ്റ് അൻവർ ഇഫക്റ്റിനെ മറികടന്നുകൊണ്ട് UDF സ്ഥാനാർത്ഥി ജയിച്ചു വന്ന് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു വന്നു എന്ന് പറയുമ്പോൾ മാറി ചിന്തിക്കുന്ന കേരളത്തിൻ്റെ മനസ്സ് ഇതെല്ലാം തന്നെ ക്യാപ്റ്റൻ സതീശൻ്റെ നേതൃത്വത്തിലാണ് നടന്നത് എന്നോർക്കണം. അതുകൊണ്ട് സതീശൻ തെരഞ്ഞെടുപ്പിൽ പരാജയമറിയാതെ മുന്നോട്ട് പോയ പ്രതിപക്ഷ നേതാവ്. അപ്പം സതീശൻ്റെ ചേലക്കര മാത്രമാണ് നിലനിർത്താനായത്, ചെറിയ ഭൂരിപക്ഷം മാത്രമാണ് ഉണ്ടായത്. അതുകൊണ്ട് ഈ UDF ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ബെഞ്ച് മാർക്ക്, ഒരു വിലയിരുത്തൽ നടക്കണമെങ്കിൽ, പ്രൊജക്ഷൻസ് നടത്തണമെങ്കിൽ ബെഞ്ച് മാർക്കായി എടുക്കാവുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന 3-4 ബൈ ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പുകൾ നിയമസഭയിലേക്ക്. അതിലെല്ലാം തന്നെ UDF നിരാശപ്പെടേണ്ട വകയില്ല. LDF വലിയ തിരിച്ചടിയാണ് സംഭവിച്ചത്. BJP കാര്യമായ വേരോട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞതുമില്ല. കനകോലു മുന്നോട്ട് പറയുന്ന കാര്യങ്ങൾ ആദ്യം പറഞ്ഞത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ആരാവണം, അവർ LDF സിറ്റിംഗ് സീറ്റുകളിൽ എത്രത്തോളം ജയസാധ്യതയുണ്ട് അവർക്ക്, ഇതൊക്കെയായിരുന്നു പഠന റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതൊക്കെ നടപ്പിലാക്കുക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള കാര്യമാണോ? ഇല്ല, ഒട്ടും എളുപ്പമുള്ള. പ്രത്യേകിച്ചും ഇപ്പോൾ തന്നെ മുതിർന്ന പല നേതാക്കളും മത്സരിക്കാൻ തയ്യാറായി രംഗത്ത് വന്നിട്ടുണ്ട്. അതിലൊക്കെ വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ഈ ലക്ഷ്യം 2 ദിവസം നടന്നുകൊണ്ട് മാത്രമാണ് അതൊന്നും പുറത്തേക്ക് വരാതിരുന്നത്. LDF സംവിധാനത്തിൽ CPM എന്തു പറഞ്ഞാലും ചില നിബന്ധനകൾ അനുസരിച്ച് മാത്രമേ അവരുടെ സ്ഥാനാർത്ഥി നിർണ്ണയം നടക്കൂ. അപൂർവം കേസിൽ എക്സെപ്ഷൻ കൊടുത്താലും ശരി, 2 ടേം പോളിസി അവർ കർശനമായി നടപ്പാക്കി. ഭരണവിരുദ്ധത ഒഴിവാക്കാൻ വേണ്ടി LDF പലപ്പോഴും പയറ്റുന്ന തന്ത്രം ടൈം ടെസ്റ്റഡ് ഫേസുകളെ മാറ്റി നിർത്തുക. വിജയസാധ്യത ഉണ്ടെങ്കിൽ പോലും അവരെ മാറ്റി നിർത്തി പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുക, അങ്ങനെ ഭരണവിരുദ്ധ വികാരത്തെ കുറച്ചു കൊണ്ടുവരിക. അതേ തന്ത്രം കോൺഗ്രസിന് ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം കോൺഗ്രസിൻ്റെ മഹാമേരു പോലെ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് കടൽ കിഴവന്മാരുണ്ട് കോൺഗ്രസിൽ. ഇവരിൽ പലരും ഇനിയും ഒരംഗത്തിന് തങ്ങൾക്ക് ബാല്യമുണ്ട്. ഇപ്പോൾ തങ്ങളുടെ ജീവിതത്തിലെ അവസാന ആഗ്രഹമാണ്. ഇപ്പം മുൻ KPCC പ്രസിഡന്റുമാർ 2 പേരുണ്ട്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അതുപോലെ VM സുധീരൻ 2 പേരുണ്ട്. ഈ കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവായ രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ കൂടി ആയിരുന്ന PJ കുര്യൻ ഉണ്ട്, പ്രൊഫസർ PJ കുര്യൻ. ഇവരൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരംഗം കുറിക്കാൻ, ഈവൻ MM ഹസൻ, വളരെ സീനിയർ നേതാവായ MM ഹസൻ, ഇവരെല്ലാം തന്നെ കെ സുധാകരൻ MP ആയ കെ സുധാകരൻ, MP മാരുടെ കാര്യം മനഃപൂർവ്വമായി ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. മറ്റൊന്ന് മുഖ്യമന്ത്രി സ്ഥാനമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കോൺഗ്രസിൽ അടിയാണെന്ന് വരുത്തി തീർക്കാൻ CPM ശ്രമിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. മറ്റ് ചെന്നിത്തലയെ പോലെയുള്ളവരും ഒക്കെ ഇപ്പോൾ പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ അങ്ങനെയല്ല, നമുക്കറിയാം. അത് അങ്ങനെയല്ല. VD സതീശൻ കഴിഞ്ഞ ദിവസം ഈ ബൈഠക്കിൽ പറഞ്ഞ വിവരം, തങ്ങൾക്കൊരു ഗാലക്സി ഓഫ് ലീഡേഴ്സ് ഉണ്ട് കോൺഗ്രസിന്. തങ്ങൾക്ക് ഇപ്പോൾ തങ്ങൾ ഒന്നും പറയില്ല, ഒരാൾ പോലും. 3 പേരാണ് ത്രിമൂർത്തികൾ എന്ന് പറയുന്ന 3 പേർ. രമേശ് ചെന്നിത്തല എന്ന മുൻ KPCC പ്രസിഡന്റ്, വർക്കിംഗ് കമ്മിറ്റി അംഗം, VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ്, അതായത് ഷാഡോ ക്യാബിനറ്റിൻ്റെ തലവൻ, അതുപോലെ കേന്ദ്രത്തിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ. ഈ 3 പേര് ഒരേ സമുദായത്തിൽപ്പെടുന്നവരാണ്. 3 പേരിൽ ഏതെങ്കിലും ഒരാൾ ആകും. അതുപോലെ മറ്റാളുകളുണ്ട്. ശശി തരൂരിൻ്റെ പേര് ഉയർന്നു കേട്ടതാണ് 2 വർഷം മുൻപ്. ശശി തരൂർ സ്വല്പം താല്പര്യം പ്രകടിപ്പിച്ചതുമാണ്. പിന്നെ പല കാരണങ്ങളാൽ തരൂർ കോൺഗ്രസിൽ നിന്നും ഏറെ അകന്നു നിന്നു. അല്ല എങ്കിൽ നേതൃത്വം അടുപ്പിക്കുന്ന കേരളത്തിലെ നേതൃത്വം ശശി തരൂരിനെ ഒരു കാര്യത്തിലും കൺസൾട്ട് ചെയ്യുന്നില്ല എന്ന പരിഭവം, അത് ന്യായവുമാണ്. അത് പറഞ്ഞു. മോദി സ്തുതികൾ ശശി തരൂർ പറയുന്നു എന്ന പരിഭവം മറ്റ് നേതാക്കൾക്കുണ്ടായിരുന്നു. അതെല്ലാം മാറ്റിവെച്ചിട്ട് തരൂർ 2 ദിവസത്തെ ശില്പശാലയിൽ പൂർണ്ണമായും വയനാട് പങ്കെടുത്തു എന്ന് പറയുമ്പോൾ ആ ഒരു ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് വലിയ ഒരു സാധ്യത തന്നെയാണ് കോൺഗ്രസിന്. അപ്പോൾ തരൂർ ഒരിക്കലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവില്ല. പക്ഷേ തങ്ങളിൽ ആര് മുഖ്യമന്ത്രി ആകണമെന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്ന ഘട്ടത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നു. MLA-മാരല്ല തീരുമാനിക്കുന്നത്. MLA-മാരുടെ ആഗ്രഹം ചോദിച്ചിരിക്കാം, പക്ഷേ ഹൈക്കമാൻഡ് തീരുമാനിക്കും. അതുകൊണ്ട് മുഖ്യമന്ത്രി പദത്തിൽ ഒരു കശപിശ ഉണ്ടാവരുത് എന്ന കർശനമായ വാർണിംഗ് കേന്ദ്ര നേതൃത്വം എല്ലാ നേതാക്കൾക്കും കൊടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനാവുന്ന തന്ത്രങ്ങളും പദ്ധതികളും ഒക്കെയായി കോൺഗ്രസിൻ്റെ ആസൂത്രണം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കിക്കാണാം. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്.